നമസ്കാരം. മെയ് 1 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി അടിമുടി മാറുന്നു. കാറുകളും മറ്റു ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. കമ്പികുത്തി റിബണിച്ചും റോഡിലെ ഡ്രൈവിംഗ് സ്കില്ലുമാണ് നിലവിൽ ടെസ്റ്റിന്റെ ഭാഗമായുള്ളത്. മെയ് മുതൽ ഈ രീതിയില്ല. ഇനി മുതൽ ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വേണം ഡ്രൈവിംഗ് നടത്താൻ. ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിഗ്സാഗ് ഡ്രൈവിംഗ്, കയറ്റത്ത് നിർത്തി പിന്നോട്ട് പോകാതെ മുൻപോട്ടെടുക്കുക തുടങ്ങിയവയാണ് ഉറപ്പായും വിജയിക്കേണ്ട പരീക്ഷകൾ. മോട്ടോർ വാഹന വകുപ്പിന് 10 ടെസ്റ്റിംഗ് സ്റ്റേഷനുകളാണ് സ്വന്തമായുള്ളത്. കളിസ്ഥലവും ആരാധനാലയങ്ങളുടെ ഉൾപ്പെടെ ഗ്രൗണ്ടുകളും പുറമ്പോക്ക് ഭൂമിയുമാണ് ബാക്കിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായതിനാൽ ടെസ്റ്റിംഗ് സ്ഥലം സജ്ജമാക്കേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകളാണെന്ന് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം RC ബുക്ക്, ലൈസൻസ് എന്നിവ ഇനി തപാൽ മാർഗം വീട്ടിലെത്തില്ല. തിരിച്ചറിയൽ രേഖകൾ സഹിതം വാഹനമുടമകളോ ബന്ധുക്കളോ RTO ഓഫീസുകളിലെത്തി കൈപ്പറ്റണം. ഏജന്റുമാരുടെ കൈവശം കൊടുക്കില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപേക്ഷയോടൊപ്പം വാഹന ഉടമകളിൽ നിന്ന് 45 രൂപ വീതം തപാൽ നിരക്ക് വാങ്ങിയ ശേഷമാണ് പുതിയ പരിഷ്കാരം. RC ബുക്ക്, ലൈസൻസ് എന്നിവയുടെ അച്ചടിയും വിതരണവും നവംബർ മുതൽ നിലച്ചിരിക്കുകയാണ്. അച്ചടിയുടെ ചുമതലയുള്ള കരാർ കമ്പനിക്ക് 8 കോടിയിലേറെ രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് ഇത്. അച്ചടി തുടങ്ങിയാൽ രേഖകൾ പെട്ടെന്ന് തന്നെ വാഹന ഉടമകൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയാണ് RTO ഓഫീസ് വഴി വിതരണം ചെയ്യുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ വാഹന ഉടമകൾക്ക് ഇത് തലവേദനയാകും. തപാൽ ഇനത്തിൽ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുമോ എന്നതിലും വ്യക്തതയില്ല. ലക്ഷക്കണക്കിന് വാഹന ഉടമകളാണ് രേഖകൾക്കായി മാസങ്ങളായി കാത്തിരിക്കുന്നത്. 3.8 ലക്ഷം RCയും 3.5 ലക്ഷം ലൈസൻസുമാണ് വിതരണം ചെയ്യാനുള്ളത്. രേഖകൾ കിട്ടാത്തതിനെ തുടർന്ന് മാസങ്ങളായി സംസ്ഥാനത്ത് വാഹന കൈമാറ്റങ്ങളും ഇടപാടുകളും സ്തംഭിച്ചിരിക്കുകയാണ്.